നമസ്കാരം. വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മർക്കപുരം ബസ് അപകടം, 12 പേർക്ക് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശിലെ മർക്കപുരം ജില്ലയിൽ വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെ സ്വകാര്യ ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 12 പേർ ദാരുണമായി മരണപ്പെട്ടു. അപകടത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായി പോലീസ് അറിയിച്ചു. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റുള്ളവർ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ് 20 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്ന് മർക്കപുരം DSP നാഗരാജു വ്യക്തമാക്കി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കയും അധികൃതർ പങ്കുവച്ചു. നടനും സംവിധായകനും നാടക നടനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലത്തെ വസതിയിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരിക്കെയായിരുന്നു മരണം. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലെടുത്ത് ചുണ്ടൻ, നരസിംഹം, മീശ മാധവൻ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ക്യാരക്ടർ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും ഒരുപോലെ മികവ് തെളിയിച്ചിരുന്നു. 60ഓളം സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചതിനൊപ്പം ടെലിവിഷൻ പരമ്പരകളിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടികൾച്ചർ കോർപ്പറേഷൻ ചെയർമാനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്ന് ഇറാൻ, ഇന്ത്യക്കും സുഹൃത്ത് രാജ്യങ്ങൾക്കും അനുമതി. ഇന്ത്യ ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്കുനീക്കം നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് മുംബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇറാൻ എക്സിൽ അറിയിച്ചു. ട്രംപ് പദ്ധതിക്ക് ഇറാൻ നിഷേധം, എണ്ണവില കുതിക്കുന്നു, വിപണികൾ സമ്മർദ്ദത്തിൽ. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ ഇറാൻ തള്ളിയതോടെ രാജ്യാന്തര എണ്ണവില വീണ്ടും കുതിച്ചുയർന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികൾ വീണ്ടും നഷ്ടത്തിലേക്ക് നീങ്ങുകയും സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്യുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിനിടയിൽ ഇന്ത്യൻ വിപണിക്ക് ആശ്വാസമാകുന്നത് രാമനവമിയാണ്. അതിനാൽ സെൻസെക്സ്, നിഫ്റ്റ് എന്നിവയ്ക്ക് ഇന്ന് അവധിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൽ പുതിയ ഓപ്പണിംഗ് സംഖ്യ. IPLന്റെ പുതിയ സീസണിന് തുടക്കമാകുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് ആവേശം പകരുന്ന വാർത്തയുമായി നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് രംഗത്തെത്തി. ഈ സീസണിൽ ടീമിനായി പുതിയ ഓപ്പണിംഗ് സംഖ്യ ഇറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണ തനിക്കൊപ്പം മലയാളി താരം സഞ്ജു സാംസൺ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്നാണ് നായകൻ വെളിപ്പെടുത്തിയത്. IPL ക്യാപ്റ്റന്മാരുടെ സംഗമത്തിനിടെ ഋതുരാജ് ഈ സുപ്രധാന മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.